ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. മലയാള സിനിമയിൽ ഇത്ര കാലം നമ്മൾ ഗോസിപ്പായി മാത്രം കേട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ പലരുടെയും എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞെട്ടലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. കാരണം പല്ലും നഖമൊന്നും ഇല്ല, ആരുടെയും പേരും കാര്യങ്ങളൊന്നും ഇല്ല. പൊതുഖജനാവിൽ നിന്ന് ഏകദേശം 1,56,50,000 രൂപ മുടക്കിയിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരുമ്പോൾ ഉള്ളതെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. 1,06,50,000 രൂപയ്ക്ക് ഒരു റിപ്പോർട്ട്, അതിൽ ഒന്നുമില്ല ലിറ്ററലി. ലൈക്ക് കുറേ പേര് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു, അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ പറയുന്നു, ഇനി ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, നിയമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിന് അവരുടെ സജഷൻസ് പറയുന്നു. പക്ഷെ മെയിൻ ആയിട്ട് പറഞ്ഞ വ്യക്തികളുടെ പേരോ ഇൻസിഡൻസോ ഒക്കെ വെട്ടിമാറ്റി സെൻസർ ചെയ്തിട്ട് 1,06,50,000 രൂപയ്ക്ക് പൊതുഖജനാവിൽ നിന്ന് നമ്മളെ കാശൊക്കെ എടുത്ത് ഇത്രയും എക്സ്പെൻസ് ആയിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ ന്യൂസ് ചാനലുകളിൽ നിങ്ങൾക്ക് ഞെട്ടാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 15 അംഗ ഗ്രൂപ്പാണ്. ഈ 15 പേരിൽ പ്രമുഖ നടന്മാരുണ്ടോ, നടിമാരുണ്ടോ, ടെക്നീഷ്യൻസ് ഉണ്ടോ, രാഷ്ട്രീയക്കാരുണ്ടോ, ഇതിനകത്ത് ബിസിനസ്സുകാരുണ്ടോ? ഈ പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിയായ ഒരു നടനുണ്ട്, സിനിമ ചെയ്യാൻ അനുവദിക്കില്ല, പവർ ഗ്രൂപ്പ് ഇപ്പോഴും എനിക്ക് പിന്നാലെ എന്ന് പറഞ്ഞ് ഡയറക്ടർ വിനയൻ വരുന്നത്. പണ്ട് ഇതേപോലൊരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ തിലകൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഷമ്മി തിലകൻ ഇട്ട പോസ്റ്റാണ്. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന് പറഞ്ഞിട്ട് ചിരിക്കണ ചിരി കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ തിലകൻ സാറിൻ്റെ ഒപ്പം ഷമ്മി തിലകൻ ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. തിലകൻ സാർ പണ്ട് പറഞ്ഞൊരു വീഡിയോ ഞാനിവിടെ വെക്കുക. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്, ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയിലും മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അന്ന് തന്നെ തിലകൻ ചേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോക്കസ് ആണ് ഇപ്പൊ സിനിമ ഭരിക്കുന്നത്. ഈ പവർ ഗ്രൂപ്പ്, ഇപ്പൊ പറയുന്ന ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ ആയിരിക്കണം, അവരുടെ ഒരു ബഡ്ഡിങ് സ്റ്റേജിലായിരിക്കണം വന്ന് ആര് പറഞ്ഞത്, തിലകൻ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. സോ എന്താണെങ്കിലും ഇപ്പൊ തിലകൻ ചേട്ടന്റെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരുപാട് പേരോ അന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് 1-2 കാര്യങ്ങൾ. ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങളും അത് നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? അത് എല്ലാത്തിലും ലൈക്ക് നമുക്ക് ഇങ്ങനൊരു കാര്യം ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഇൻസിഡന്റ് ആവും, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ, സിനിമയിൽ ഇത് നടന്നിട്ടുണ്ടല്ലോ, ഇത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഒരു കാര്യമാണ്. നടന്മാർ വാതിലുകളിൽ വന്ന് മുട്ടുന്നു, മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, നടിമാർ കൂടെ ഉറങ്ങാൻ നിർബന്ധിതരാകും. അപ്പം ഇത് കൊല്ലം തുളസി അങ്ങേര് പണ്ടൊരു വീഡിയോ ചെയ്തിട്ട് ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ അങ്ങേർക്ക് കിട്ടിയിരുന്നു. പക്ഷെ അങ്ങേര് അന്ന് പറഞ്ഞ കാര്യങ്ങളും ഇതും വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു, പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു. ഉടനെ ചെന്ന് റൂമിൽ പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു AC റൂമെന്ന് എനിക്ക് തന്നു. അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കടവ് അടക്കയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ. അവസാനം ഞാൻ ഷാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാർട്ട് 2 ബെഗ് വെള്ളം കഴിച്ചു. ക്ഷീണമുണ്ടായിരുന്നു, തിരുവനന്തപുരം കിടന്ന് പകുതി ഉറക്കാറായപ്പോൾ ആരോ കഥവ് തുറന്ന് നോക്കി. ഞാൻ ചരിഞ്ഞ് കിടക്കുക, എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. ഇത് എന്നെ പരക്കെ തടവാൻ തുടങ്ങി. അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന്. അങ്ങേരുടനെ പോയി ലൈറ്റ് ഇട്ട് ആരാ നീ? ഞാൻ കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി? പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ AC റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. എങ്ങനെ ഇരിക്കുന്നു അന്ന് കൊല്ലം തുളസി
തുളസി എന്താണെങ്കിലും തുളസി മാറിയാലും അങ്ങേര് പറഞ്ഞ കാര്യവും ഇതും വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. ആൻഡ് ഇത് മാത്രമല്ല, നടൻ മുകേഷിനെതിരെ 2018 ഒക്ടോബർ 1 ഒരു മീറ്റു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൈൻഡ് ഓഫ് സിമിലർ തിങ് ആണ്. ടെസ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് അത് മീറ്റു ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഐ വാസ് 20 years old ക്വിസ് ഡയറക്ടിങ് കോടീശ്വരൻ പ്രോഗ്രാം അറിയാലോ മുകേഷ് ചെയ്ത. വെൻ the Mallu host Mukesh Kumar called my room multiple times and then changed my room to besides his own the next schedule by then boss Derek O'Brien spoke to me for an hour and got me out of the next flight. 90-year-old thanks യു ഡെറിക് എന്ന് പറഞ്ഞിട്ട് 19 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം 2018 ടെസ് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വിസ് ഡയറക്റ്റ് ചെയ്യാൻ പോയ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആ ലേഡി കോടീശ്വരൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകേഷ് റൂമിലേക്ക് മൾട്ടിപ്പിൾ ടൈംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുകേഷിൻ്റെ സെയിം ഫ്ലോറിലേക്ക് മുകേഷിൻ്റെ നെക്സ്റ്റ് അടുത്തുള്ള റൂമിലേക്ക് ഇവരുടെ റൂം മാറ്റി. അത് അറിഞ്ഞ് ഇവർ ഭയങ്കര പാനിക്കായി. അതിനുശേഷം ഇവരെ ബോസിനെ വിളിച്ച് പോയി എന്നുള്ളൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഭയങ്കരമായിട്ട് ചർച്ചയായി, ന്യൂസായി, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ, ഇന്ന ഇൻസിഡൻറ്റ്, അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻസ് ഒക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, കുറേ പേർക്കെതിരെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്ത് പോകാനേ പറ്റൂ. അല്ലെങ്കിൽ ഇത് ഇന്ന ഇൻസിഡൻറ്റ് ഇന്ന ആൾ പറഞ്ഞത് ഇന്ന ആളെ കുറിച്ചിട്ടായിരിക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ഒരാളുടെ പേരോ കറക്റ്റ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ കണ്ട് എക്സസൈസ് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അടുത്തൊരു കാര്യം, വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന് അമ്മമാർ. അവസരങ്ങൾ കിട്ടാൻ വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന് ചില അമ്മമാരും നടിമാരും കരുതുന്നു. പ്രശസ്തരായ പല നടിമാരും കരിയറിൽ വിജയിക്കുന്നത് ഇതുകൊണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ശ്രുതി രജനീകാന്ത് ആണ് നമ്മുടെ ചക്കപ്പഴം ഫെയിം. അവരൊരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാ ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, പക്ഷെ ഇതിന് വില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട്. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു അവസരം വേണം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് എന്നുവെച്ചാൽ ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എൻ്റെ മൂക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും? റെഡി ആയിട്ടുള്ളവരുണ്ടല്ലോ. അപ്പം ദാറ്റ് ഇസ് എ മ്യൂച്വൽ തിങ്. അവർക്ക് ഓക്കെയാണ്, ഇവർക്കും ഓക്കെയാണ്. പിന്നെ നടുക്കിടക്കുന്ന നമുക്ക് എന്ത് കുഴപ്പം? പിന്നെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവിനോടാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ അപ്പം എടുത്തിട്ട് കുരിച്ചേർത്ത് ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരാൾ റെഡിയാണ്, അവിടെ ഒരാൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവസരം കിട്ടുന്നു, അവർ മുമ്പോട്ട് പോകുന്നു, പോകാതിരിക്കുന്നു, അതൊക്കെ അവരെന്നെ പറയുന്നു അവർക്ക് അറിയാവുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റും ഇവർ ഈ മുമ്പ് പറഞ്ഞു വെച്ച ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ട് എനിക്ക് തോന്നുന്നു 5-6 മാസമായി കാണും. അപ്പോൾ ആ ടൈമിൽ അവർ പറഞ്ഞതും വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തൊരു മേജർ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും ഷെയർ ആവുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ മൂവി ലൂസിഫർ വാസ് വിസിറ്റഡ് ബൈ ദി ചെയർപേഴ്സൺ ആൻഡ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് ദി കമ്മിറ്റി ആൻഡ് വാസ് ക്ലോസ്ലി ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ടാണ് തോന്നുന്നു ഇതിനിടയിൽ ഒരു ആക്ട്രസ് മാളവിക ശ്രീനാഥ്, എനിക്ക് തോന്നുന്നത് അവർ കാസർഗോൾഡ്, അതേപോലെ നിവിൻ പോളിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ സാറ്റർഡേ നൈറ്റ്, ഇതിലൊക്കെ ഉള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പം അവരുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറേ പേര് ഈ ലൂസിഫർ സെറ്റിനെ കുറിച്ചും ലൂസിഫറിൻ്റെ അവിടെ നിന്നുമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകളിലൊക്കെ സെൻഡ് ചെയ്യുന്നത് കണ്ടു. സോ അത് നമുക്ക് ആദ്യം കേൾക്കാം. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ കുറേ കാലം മുന്നേ, അതായത് ഇപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ട്, അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ആരെ എന്താന്നുള്ളതല്ല, കുറേ കാലം മുന്നേ ഒരു 3 കൊല്ലം മുന്നേ എന്തോ എന്നെ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എനിക്കറിയാം ആ സിനിമേനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരുമല്ല ഇവർ ചെയ്ത്, ഇവർ വേറെ ഏതോ ടീമാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു മഞ്ജു വാര്യരുടെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിൽ മഞ്ജു വാര്യരുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞു.
ആരായാലും വീണു പോകും. ഞാൻ ഫ്ലാറ്റായി. അത് മഞ്ജു ചേച്ചിയുടെ മോളൊക്കെ ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിന്റെ മോനായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഒരു ചാൻസ് ഇട്ട് അഭിനയിക്കാൻ അറിയില്ലല്ലോ. നമ്മള് പോവും, മഞ്ജു ചേച്ചി ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് പോകും. നമുക്ക് ഈ പറഞ്ഞ സിനിമയിൽ കോണ്ടാക്ട്സ് ഇല്ല, ഇത് ജെന്യൂൻ ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ഓഡീഷന് വരാന്ന് പറഞ്ഞു. ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാറൊക്കെ വിട്ടു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാറൊക്കെ വന്നു, നമ്മുടെ വീട്ടിൽ കാറൊന്നും ഇല്ല. ഇന്നോവയിൽ വന്നു, ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ടാണ് പോയത്. തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു ഓഡിഷൻ, നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ചില്ലിട്ട റൂമായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യുക. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. ഈ ചില്ലിട്ട റൂമിന്റെ പുറത്തു കൂടി എനിക്ക് കാണാം, പുറത്ത് എൻ്റെ അമ്മയും അനിയത്തി ഇരിക്കുന്നത് എനിക്ക് കാണാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് ഫൈനലി കിട്ടാൻ പോവല്ലേ. അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, അവിടെ ഡ്രസ്സിങ് റൂം ഉണ്ട്, മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി. ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പോൾ ആ ഒരു മൊമെന്റ് നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ വേറെ കളിച്ച് പോവും. അന്ന് ഞാൻ ഇത്രയും ഇല്ല, ഇതിലും ചെറുതാ. അപ്പോൾ ആൾ പിടിച്ചപ്പോൾ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ മോളായിട്ടായിരിക്കും. നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി. ഇതായിരുന്നു അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ടിനകത്ത് ലൂസിഫറിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു പരാമർശം വരികയും പിന്നെ ഇവരുടെ ഈ ഇന്റർവ്യൂ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതും നാട്ടുകാരെല്ലാവരും കണ്ടതും കേട്ടതും ആയതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാലോ. പിന്നെ ഈ സാധനം ഷെയർ ആവും. മഞ്ജു വാര്യരുടെ മകൾ എന്ന് പറയുമ്പോൾ അതിൽ സാനി അയ്യപ്പനാണ്, ലൂസിഫറിന്റെ ലൊക്കേഷൻ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് പോകും. ആ ടൈമിൽ ഇപ്പോൾ ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ദയവായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക, ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ അഭിമുഖത്തിലെ ചെറിയ ഭാഗം മാത്രമാണ്, പലരും മുഴുവൻ അഭിമുഖം കണ്ടിട്ടില്ല, യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് അറിയുകയും ഇല്ല, 10 വർഷം മുമ്പ് നടന്ന അനുഭവമാണ് പങ്കുവച്ച്, ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല, അവർ പണം നേടാൻ വേണ്ടി നടത്തിയ ഫേക്ക് ഓഡീഷൻ ആയിരുന്നു, ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എൻ്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല, ദയവായി ഈ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക, ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ അങ്ങനെയാണല്ലോ, അറിയാലോ. ലൈക്ക് എന്താ പറയുക, ഒരാളുടെ പേരും ഇല്ല, ഒരാളുടെ റെഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഈ ഊഹാപോഹങ്ങളും ഇങ്ങനെ ഈ കാര്യം ഇന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഇത് ഇന്ന വ്യക്തിയായിരിക്കാം, ഈ സാധനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ PR ഗ്രൂപ്പുകൾ, ഓക്കെ, ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂട്ടിൻ്റെ ആണെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് PR ഗ്രൂപ്പുകളാണോ ഫാൻസ് തമ്മിൽ ചെയ്യുന്നതാണോ എന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിമാരി റീലുകളും പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കലും അവരുടെ പഴയ അവർക്കെതിരെയുള്ള അലിഗേഷൻസ് കൊണ്ടുവരലും, പിന്നെ ഒരു സൈഡിൽ ആര് വന്നാലും മമ്മൂക്ക വരില്ല. ഒരു സൈഡിൽ ലാലേട്ടൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാലേട്ടൻ പിന്നെ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ അങ്ങനെ കുറേ പോസ്റ്റുകളും സാധനങ്ങളും, മമ്മൂക്ക എവിടെയും പെടില്ല, മമ്മൂക്ക ഈസ് എ ക്ലീനസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ വേറെ അങ്ങനെ പോകുന്നു. പിന്നെ ഒരു സൈഡിൽ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ നടനെയും ഒതുക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് സുരേഷ് ഗോപിയാണോ, അത് ദിലീപാണോ? ആക്ച്വലി ഈ നാട്ടുകാരുടെ പൈസ പൊതു ഖജനാവിൽ നിന്ന് 1,06,55,000 രൂപ മുടക്കി ഇറക്കിയ ഈ ഒരു റിപ്പോർട്ട്, ഇതിനകത്ത് ആരുടെ പേരും കുറ്റം ചെയ്തവരെ കുറിച്ചിട്ട് അവർ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ലൈക്ക് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ്. ഒരു ലേഡി വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ ഞാൻ എൻ്റെതായ സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇവർക്ക് മറ്റേ വീഡിയോ പ്രൂഫുകളടക്കം, ലൊക്കേഷനിൽ നിന്ന് വീഡിയോ പ്രൂഫുകൾ, അതായത് ഫുട്ടേജുകളടക്കം, ഇല്ലെങ്കിൽ പലരുടെയും വോയിസ് റെക്കോർഡുകളടക്കം, സ്ക്രീൻഷോട്ടുകളടക്കമാണ് ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ പലരും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനൊരു സമയത്ത് അത്രയും ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഈ കൊടുത്ത ആളുകൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾ കാണിച്ച ആ ഒരു ഗട്ട്സ് നിങ്ങളിത് പോലീസിലേക്ക്, ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നു, ആ കൂട്ടത്തിൽ നിങ്ങൾ ഈ പേരും കാര്യങ്ങളും വെച്ച് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക. കാരണം ഇതിപ്പോൾ എന്താ പറയുക, കേരള പോലീസ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേസെടുക്കാനാകില്ലെന്ന് കേരള പോലീസ്. എങ്ങനെയുണ്ട്? 1,06,55,000 രൂപയും ചിലവാക്കിയിട്ട് റിപ്പോർട്ടും പുറത്ത് വന്ന് ആരുടെയും പേരും വന്നില്ല,
ഇപ്പം അവനാണോ അവളാണോ എന്ന് നോക്കി സൊസൈറ്റിയിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കൂട്ടത്തിലൊരു കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കേരള പോലീസ് എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളിപ്പോൾ. ഇനി വേറൊരു പോർഷനകത്ത് പറയുന്നുണ്ട് WCCയുടെ തന്നെ ഒരു മെമ്പർ, ഓക്കെ, the only member of WCC who is getting several offers in cinema is the founder member of WCC, about whom I have already discussed about. She is the only one woman who stated repeatedly that there is no problem for women in cinema and that she had not even heard about any sexual harassment on any woman in cinema etc. എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സിനിമയിൽ ഒരു സ്ത്രീകൾക്കും ഒരു തരത്തിലുള്ള ഹരാസ്മെൻറ്റും ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളത് WCCൻ്റെ തന്നെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള ഒരു ലേഡി മെമ്പർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചർച്ചകൾ എന്താണെങ്കിലും എങ്ങനെ പോകും, ഇതാരാണ്, ഹൂ ഈസ് ദിസ് ലേഡി എന്ന് ചോദിച്ചിട്ട് പോലെ. അപ്പം ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 135 പേജിൽ 268 പാരഗ്രാഫിൽ അവരിൽ ഒരാൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. ആ പാരഗ്രാഫ് മുഴുവനും അവർക്കെതിരെയുള്ള പരാമർശങ്ങൾ മാത്രമാണ്. വെറും ആരോപണമല്ല, അവർ നൽകിയ മൊഴി സംബന്ധിച്ചും അതിലെ പൊള്ളത്തരത്തെയുമാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ആ പ്രസ്തുത പാരഗ്രാഫിലേക്ക് വരാം. WCC അംഗങ്ങൾക്ക് സിനിമയിൽ പിന്നീട് അവസരം കുറഞ്ഞു. കാരണം ലളിതം അവർ സംഘടനയിലെ അംഗങ്ങളായി. സിനിമയിലെ അതിക്രമങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി. അതേസമയം ഒരാൾക്ക് മാത്രം സിനിമയിൽ അവസരം കുറഞ്ഞില്ല, മറിച്ച് കൂടി. സ്വാഭാവികമായും നമ്മൾ സംശയിച്ചേക്കാം അവരുടെ മേന്മ കൊണ്ടാണ് അവർക്ക് പിന്നെയും അവസരങ്ങൾ ലഭിച്ചത് എന്ന്. എന്നാൽ റിപ്പോർട്ടിലെ ബാക്കി വാചകങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മനസ്സിലാകൂ. ഈ സ്ഥാപക നടി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. അവരുടെ മൊഴിയുടെ ചുരുക്കം ഏതാണ്ട് ഇങ്ങനെയാണ്: മലയാള സിനിമയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല, ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല, അത്തരമൊരു സംഭവം താൻ കേട്ടിട്ടേയില്ല. ഇതിൽ കേട്ടിട്ടില്ല എന്ന വാക്കിന് അടിവരയുണ്ട് റിപ്പോർട്ടിൽ. അടിപൊളി. ഒരു തവണയല്ല, ആവർത്തിച്ചാവർത്തിച്ച് അവർ ഈ മൊഴി പറഞ്ഞുവെന്നാണ് കമ്മിറ്റി വ്യക്തമാക്കുന്നത്. തൊട്ടുചേർന്നുള്ള കമ്മിറ്റിയുടെ വാചകം കൂടി വായിക്കണം. ഇത്രമാത്രം. സത്യത്തിൽ നിന്നും വളരെ അകലെയാണ് ഈ മൊഴി. സ്വാർത്ഥ നേട്ടത്തിനായി ഈ താരം കള്ളം പറയുകയാണ് എന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടു. ആ താരം നൽകിയ തെളിവുകൾക്കും മൊഴിക്കും അതിനാൽ തന്നെ വലിയ വില കൽപ്പിക്കാനാവില്ലെന്നും സമിതി പറയുന്നു. മറ്റാരും തന്നെ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുമില്ല. സ്ഥാപക നേതാക്കളിലെ 3 പേർ സംഘടന വിടുകയോ സജീവമല്ലാതാകുകയോ ചെയ്തു. ആരെല്ലാമാണ് WCC വിട്ടുപോയ ആ സ്ഥാപക അംഗങ്ങൾ? 1 സംവിധായിക വിധു വിൻസെന്റ്, 2 നടി സുരഭി ലക്ഷ്മി, 3-മത്തെയാൾ സംഘടനാ അംഗത്വം വിട്ടിട്ടില്ല പക്ഷേ പ്രവർത്തിക്കുന്നത് നിർത്തി. മഞ്ജു വാര്യറാണത്. അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കാൻ WCC അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്നതും ഒരേ ഒരാൾ മാത്രം. കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ ആ സൂപ്പർ നടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് വിശദീകരണം. നടിക്കിപ്പോൾ കൈനിറയെ പടങ്ങളുണ്ട്. സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെയാണ് മിക്കതും. ആരായിരിക്കാം കമ്മിറ്റിയിൽ എല്ലാം നിഷേധിച്ച് മൊഴി നൽകിയ ആ നടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രേക്ഷകരുടെ ഊഹത്തിലിടുകയാണ്. സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള സൂപ്പർ നടി എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്തു? നേരെ മഞ്ജു വാര്യരുടെ സൈഡിലേക്കാണ് നേരെ പോകുന്നത്. കാരണം ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ WCCന്ന് രാജിവെച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ അതങ്ങനെ ഓബിയസ്ലി അത് അങ്ങനെയല്ലേ പോവുക. അപ്പോൾ നേരെ എന്ത് ചെയ്തു? അത് മഞ്ജു വാര്യരായിരിക്കാം, അല്ലെങ്കിൽ ആയിരുന്നൂടെ, മഞ്ജു വാര്യരല്ലേ എന്നുള്ള രീതിയിൽ. കാരണം റിപ്പോർട്ടിനകത്ത് വൺ ഓഫ് ദ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കിട്ടുന്നു എന്ന് പറയുന്നു. സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് പറയുമ്പോൾ അവരെല്ലാവരും ലൈക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരാളുടെ പേരും ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സീനായിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ഇത്രയും കോടി രൂപ നാട്ടുകാരെ പൈസയിൽ നിന്ന് എടുത്ത് മുടക്കി പുറത്തിറക്കിയിട്ട് ഇതിനകത്ത് ആരെ പേരും നക്ഷത്രവും ഇല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും വഴി കേൾക്കേണ്ടി വരും. എല്ലാവരും ഇതിലും നാട്ടിൽ ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഇതവനാണോ, ഇതവനല്ലേ, ഇതവളാണോ, ഇതവളല്ലേ, ആ സിറ്റുവേഷൻ. ഈ സിനിമാക്കാരുടെ ഇടയിൽ തന്നെ ഈ ചർച്ചകൾ വരുവോടെ ഇല്ലേ? വരാതിരിക്കുന്നില്ലല്ലോ. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട 2 വീഡിയോ, ഓക്കെ, ഒന്ന് 4 ജൂലൈ 2024 ഒരു വീഡിയോ 27 ജൂൺ 2024 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബ്രോ ഡാഡിയുടെ ഫിലിം സെറ്റിൽ വെച്ചിട്ട് അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരു ലേഡി അനുഭവിച്ച ഒരു ഹരാസ്മെൻറ്റിനെ കുറിച്ചിട്ട് അവർ വളരെ കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചതിൻ്റെ വോയിസും സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രിക്കും ഫെഫ്കയ്ക്കും ഒക്കെ ഈ കംപ്ലൈൻ്റ് അയച്ച് അവർ തെലങ്കാന പോലീസിൽ അവരുടെ
കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടുന്ന് പോലീസ് നാട്ടിൽ ഈ പറഞ്ഞ മൻസൂർ എന്നാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ പേര്, ഇയാളെ പൊക്കാൻ വേണ്ടി വന്ന് ഇവിടെ നാട്ടിലുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ ചെങ്ങായിനെ ഹെൽപ്പ് ചെയ്ത് ഒളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. ഞാൻ ഇതിൽ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഫിലിം ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. ഇത് എന്നോട് നേരിട്ട് ഈ ലേഡീൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ്. ഒരു സിനിമ സെറ്റിൽ ആ ലേഡിക്ക് ഉണ്ടായ ഇഷ്യൂസും ആ ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവർ അഡ്രസ്സ് ചെയ്ത് അവർ കേസായിട്ട് വരെ പോയിട്ട് വരെ അയാളെ സേവ് ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്, സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടുത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോയി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തവരിൽ വളരെ ചെറിയ രീതിയിൽ സിനിമയിൽ തൊട്ടും തൊടാതെയും പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പിന്നീട് ഇവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു. പൈസ ഞാനൊരു ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇത് തോന്നരുത്. ഇല്ല ഇല്ല ഇല്ല, സിനിമയുടെ ഇതിൽ നിങ്ങൾ അഭിനയിക്കാൻ പോയി, 4ാമത്തെ പ്രാവശ്യമാണ് ഇത് അനുഭവം ഉണ്ടാകുന്നത്. അതായത് സെയിം അതേ സിനിമേന്റെ സെറ്റ്. അതെ അതെ. അപ്പൊ 1, 2, 3 വട്ടം ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതേ സെറ്റ്? ഇല്ല ഇല്ല, ആദ്യം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇതില് എല്ലാം പുറത്തുനിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റൊന്നും ഇല്ല, ജസ്റ്റ് വളരെ കുറവ് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയ്ക്ക്. കോവിഡ് ടൈം ആയിരുന്നില്ലേ അന്ന്? അതെ അതെ, അസോസിയേഷന്റെ ബേസിൽ കൊറോണ ടെസ്റ്റ് എടുത്ത കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു അവിടെ ചെല്ലാൻ ഇതായിട്ടുള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ പോയി നൈറ്റ് ഉണ്ണിമോഹന്റെ ഒരു കല്യാണത്തിന്റെ ഷോട്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി 3 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈമിൽ ശംഷാബാദ് വെച്ചൊരു ഷൂട്ടായിരുന്നു, അതിന് പോയി. 3ാമത് മോഹൻലാൽ സാറുമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രാമോജിയിൽ പോയി. പിന്നെ വണ്ടി ഇങ്ങനെ തിരിച്ചു കേരള രജിസ്ട്രേഷന്റെ വണ്ടി വരുന്ന ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യം പോയപ്പോൾ അന്ന് ആദ്യം അവിടെ വെച്ചാണ് പറയുന്നത് അടുത്ത ഷൂട്ടുണ്ട്, ഇത് കല്യാണിയുടെയും പൃഥ്വിരാജിന്റെയും കല്യാണത്തിന്റെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നതായിട്ടാണ് ഷോട്ട്. അപ്പൊ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവിടെ വെച്ച് തന്നെ ഞങ്ങളോട് എല്ലാവരും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് തിരിച്ച്. അത് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ട് 3-ാം തീയതി വരാൻ അവിടെ എന്ന് പറഞ്ഞു. 4-ാം തീയതിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൊക്കേഷനുമായിട്ട് കുറേ ദൂരമുണ്ട്, 50 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ അവിടെ റൂം ബുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ബുക്ക് ചെയ്ത റൂം, അതായത് എന്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്ത റൂം, ഈ സിനിമാക്കാരെല്ലാരും ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് സംശയമൊന്നും തോന്നത്തില്ല, ഫുൾ ക്രൂ അതിനകത്തുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഞാനൊരു 5 മണിയായപ്പോ എത്തി. ഞാൻ റൂമിലെത്തിയപ്പോ എന്നോട് പറഞ്ഞു ചീഫ് അസോസിയേറ്റ് വാവായിക്കാരാണ്, അവരുടെ പേര് പറയണ്ട, അവര് ഓൾറെഡി അന്ന് പറഞ്ഞായിരുന്നു എന്റെ പേരൊന്നും പറയരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് അസോസിയേറ്റ്. അപ്പം അവരെ കാണാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി റൂമിലേക്ക് വരുന്നതും എനിക്ക് സ്പ്രൈറ്റ് വരുന്നതും. പിന്നീട് പുള്ളി റൂമിൽ നിന്നും പോകുക, എനിക്ക് ബോധം വരുമ്പോൾ പുള്ളി റൂമിലില്ല. പിന്നെ എന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഞാൻ രാത്രി ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ എന്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു എനിക്ക് എന്നാ പ്രോബ്ലം ആകും, എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ തന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല, ഞാൻ ഷൂട്ടിന് നിൽക്കുന്നില്ല, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് ഹസ്ബൻഡും എന്റെ കൊച്ചും കൂടെയാണ് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. രാത്രിയിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോ റൂം വെക്കേറ്റ് ചെയ്ത് പോയി ഞാൻ. അത് കഴിഞ്ഞ് വെളുപ്പിനെയാണ് ഈ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നിട്ട് എല്ലാവർക്കും അയക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്നിട്ട് ഇതിന് ശേഷം നിങ്ങളിത് പൃഥ്വിരാജിനോടോ ലാൽ സാറിനോടോ ഒന്നും പറഞ്ഞില്ല? അല്ല, ആദ്യം ഞാൻ പിന്നെ രണ്ടാമത് നേരെ ഇവന് ചെന്നിട്ട് ഇവന്റെ ഫോൺ മേടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. സാംസങ്ങിന്റെ ഒരു ഫോണായിരുന്നു. ലൊക്കേഷനിലല്ല, അവർ താമസിക്കുന്ന ഹോട്ടലിൽ താഴെ ചെന്നിട്ട് വിളിച്ചിട്ട് താഴെ വന്നു. അപ്പൊ ഫോൺ പൊട്ടിച്ചു. പക്ഷെ പിന്നീട് ഇവന്റെ ഈ മെമ്മറിക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പൈസ വാങ്ങിയത്. പിന്നീട് ഇതേ സെയിം പരിപാടി വേറൊരു ലേഡീന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഈ സെയിം ബ്രോഡാഡിയുടെ തന്നെ. അപ്പത്തേക്ക് സിനിമ തീർന്നവർ നാട്ടിലോട്ട് പോയി. ഇതുപോലെ എനിക്ക് അറിയേണ്ടത് പൃഥ്വിരാജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഞാൻ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവൻ L2 ലൊക്കേഷനിലോട്ട് പോയായിരുന്നു, ഷൂട്ടിന് പോയായിരുന്നു. അപ്പൊ ഈ മൻസൂർ. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് പൃഥ്വിരാജിന്റെ പേഴ്സണൽ സെക്രട്ടറി ആരോ ഒരാൾ വഴി ഞാൻ ഇത് അവിടെ അറിയിച്ചു, ഫെബ്കയിലും അറിയിച്ചു, അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തു. അപ്പം ഫെബ്കന്ന് എനിക്കൊരു നോട്ടീസ് പോലെ ഒരു ഇത് അയച്ചു തന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് നിയമസഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും എന്നല്ലാതെ പിന്നീട് അവരാരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഉണ്ട് എന്റെ കയ്യിലുണ്ട്. പിന്നെ
പൃഥ്വിരാജ് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് L2ന്റെ ലൊക്കേഷനിൽ നിന്ന്, അതായത് ആദ്യം L2ന്റെ ലൊക്കേഷൻ കാശ്മീരായിരുന്നു, കാശ്മീർ വെച്ച് ഇവനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ ഒത്തുതീർപ്പാക്ക്, കേസ് വഴി നടക്കണ്ട, ഒത്തുതീർപ്പാ. പൃഥ്വിരാജ് അല്ല പറഞ്ഞത്, ചീഫ് അസോസിയേറ്റാ പറഞ്ഞത്. അല്ല വേറെ കാര്യം, ഈ പൃഥ്വിരാജിന്റോട് ഇത് ബ്രോഡാഡിന്റെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളിത്? ഇല്ല അപ്പൊ പറഞ്ഞിട്ടില്ല, ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. കേസ് കൊടുത്ത് കഴിഞ്ഞ ശേഷം അപ്പൊ L2ന്റെ ലൊക്കേഷനാണ് ഇയാളെ പിരിച്ചുവിടുന്നത്. L2 അത് കഴിഞ്ഞിട്ടും പൃഥ്വിരാജിന്റേതായ ഫിലിമിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. പിന്നെ പുള്ളി ചെയ്തെന്ന് വെച്ചാൽ മോമോ ദുബായി, പിന്നെ എന്താണ് ഇത് പൃഥ്വിരാജിന്റെ ലൊക്കേഷൻ ആദ്യം തൊട്ടേ ഉള്ള ഒരു വ്യക്തി, അരവിന്ദന്റെ അതിഥികൾ തൊട്ടാണ് പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഫൈൻ. അപ്പോ സംഗതി അപ്പൊ പൃഥ്വിരാജിനെ അറിയാം, പൃഥ്വിരാജിന് സംഭവമൊക്കെ അറിയാം. പൃഥ്വിരാജ് അറിഞ്ഞിട്ടാണ് L2ന്റെ ലൊക്കേഷനിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല, പിന്നീട് വർക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. പിരിച്ചു വിട്ടു എന്നും പറഞ്ഞ് അവിടുന്ന് കോള് വന്നു. ഈ എന്ന് പറയുന്ന അസോസിയേറ്റർ ഒരു 12 പ്രാവശ്യത്തോളം എന്നെ ഫോണിൽ വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇവനെ പിരിച്ചു വിടുവാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നല്ലാതെ പിരിച്ചു വിട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ പറയുന്നത്. പക്ഷെ പിന്നീട് വർക്ക് ചെയ്തോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇനി ഇതില് വേറൊരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത്, ലാൽ സാർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ സാറിന് ഈ സംഭവം നടന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ മറ്റേ വേറൊരു മുരളി എന്ന് പറയുന്ന ഒരു ഹെയർ ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാൽ സാറിന് നേരിട്ടല്ല, മെയിൽ അയച്ച് അന്ന് മെസ്സേജ് അയച്ചിരുന്നു, സാർ ഇങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി കണ്ടിട്ടില്ല അത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കണേ. ഇവർക്ക് ഇത് സിനിമയിലുള്ളവർക്കൊക്കെ അറിയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ആരോട് പറയുമ്പോൾ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ ലൈഫ് പോയി, എന്റെ കുഞ്ഞ് ഞാനിപ്പോ ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അവരൊക്കെ അനുഭവിക്കുന്നത് ഭയങ്കര അട്രോഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം അവരിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല. ഇത് ഈ എന്താ പറയുക ടോപ്പ് സർഫസിൽ മാത്രം തൊട്ട് പോകുന്നൊരു കാര്യമാണ്. എന്നിട്ട് പോലും അതിൽ എന്താ പല്ലും നഖവും കളഞ്ഞിട്ടാണ്, പേരും കാര്യവും നാളും ഒന്നും ഇല്ലാതെയാണ് റിപ്പോർട്ട് പുറത്തും വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആ ബ്രോഡാഡി സെറ്റിൽ നടന്ന ഈ ഇൻസിഡൻറ്റ് ഞാൻ ഒന്നുകൂടി, എന്നോട് ആ ലേഡി സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഒന്നുകൂടി വെക്കാം. ഓക്കെ, പൃഥ്വിരാജിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കൂട്ടത്തിൽ വയ്ക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് രൂപീകരിച്ച് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു, അത് നിറവേറ്റപ്പെടണം. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, അതുണ്ടാകണം തീർച്ചയായിട്ടും. അല്ലേ പിന്നെ ആ എക്സസൈസിന്റെ ആവശ്യം തന്നെയില്ലല്ലോ. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണമെന്ന് ഞാൻ ഉറച്ചു. ഓക്കെ, ഇതാണ് പൃഥ്വിരാജിന്റെ ആ ഒരു എന്താ പറയുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള പൃഥ്വിരാജിന്റെ ഒരു ഒപ്പീനിയൻ. അതായത് പുറത്ത് വരണം, എന്തിനാണോ അത് പുറത്ത് വന്നേ പറ്റും. ആൻഡ് ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ദിസ് ലൈക്ക് എന്താ പറയുക സ്ത്രീകൾക്ക് സിനിമ സെറ്റിൽ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ബ്രോഡാഡിന്റെ സെറ്റിൽ വെച്ചിട്ട് സംഭവിച്ചു എന്നാണ് ഈ ലേഡി എന്നോട് പറയുന്നത്, അവർക്കെതിരെയുള്ള ഹരാസ്മെന്റ്. അത് പൃഥ്വിരാജിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ആ ലേഡി എന്നോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ L2ന്റെ സെറ്റിലും പോയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ L2ന്റെ സെറ്റിൽ നിന്ന് അയാളെ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. കാര്യങ്ങൾ കുറേയും കൂടി മുന്നോട്ട് പോയി, കോടതിയും കേസും പോലീസും ഒക്കെ ആയതിനു ശേഷമാണ് അയാളെ L2ന്റെ സെറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തതെന്ന് പറയുന്നത്. ആൻഡ് ആ ലേഡി സ്റ്റിൽ ആ ലേഡി നിയമ പോരാട്ടത്തിലുമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സെക്കൻഡ് സൈഡ് മേ ബി വരാം. ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറും മൻസൂറിന് വേറൊരു സൈഡ് പറയാനുണ്ടാവും. ഞാൻ ഈ ലേഡിയുടെ സൈഡാണ് കേട്ടിട്ടുള്ളത്. ആൻഡ് ആ ലേഡി എനിക്ക് ഒരുപാട് പ്രൂഫുകൾ അയച്ചു തന്നിട്ടുണ്ട്. തെലങ്കാന പോലീസ് ഈ മൻസൂറിനെ തപ്പി ഇവിടെ വന്നതിൻ്റെയും ഇവർ കൊടുത്ത കേസിന് ചീഫ് മിനിസ്റ്റർക്ക് അവർ പെറ്റീഷൻ അയച്ച് അവർക്ക് തിരിച്ച് വന്ന മെയിലിൻ്റെ കോപ്പിയും കാര്യങ്ങളും ഫെഫ്കയ്ക്ക് അയച്ചതുമായിട്ട് ഇവർ നമ്പർ ഓഫ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ സഫർ ചെയ്തിട്ടും ഇതിനെക്കുറിച്ചിട്ടൊന്നും സിനിമയിൽ പ്രത്യേകിച്ച് സിനിമാക്കാരോട് പല ആളുകളോടും ഈ ലേഡി സംസാരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള യൂഷ്വൽ ക്ലീഷേ സാധനത്തിൻ്റെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ വീണ്ടും എടുത്ത് വെക്കാൻ കാരണം അന്ന് ഇതിന് കേട്ടിട്ട് എല്ലാവരും ഇതൊക്കെ സിനിമയിൽ നടക്കുന്ന, സിനിമയിൽ ഇതിലും കൂടുതൽ നടക്കുന്നുണ്ട്.
ഇതിലും കൂടുതൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വന്നാൽ പോലും ഇവിടെ ആരും ഞെട്ടൊന്നും വേണ്ട. കാരണം ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു കേട്ട പല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൽ പേരുകൾ വരുമ്പോൾ ചിലപ്പോൾ ഞെട്ടൽ വരാം, പല വിഗ്രഹങ്ങളും ഉടയാം, അത് വേറെ കാര്യം. ഇപ്പോൾ പേരുകളൊന്നും ഇല്ല, പേരും നക്ഷത്രവും ജാതകവും ഒന്നും ഇല്ലാതെ 1,06,55,000 രൂപ ഖജനാവിൽ നിന്ന് എടുത്തെറിഞ്ഞ് മുടക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും ആവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം PR വർക്കിൽ അടികൾ തുടങ്ങുന്നു. സംശയത്തിൻ്റെ നേരിൽ പലരെയും സോഷ്യൽ മീഡിയ നിർത്തുന്നു, പലരെയും എന്താ പറയുക ന്യൂസ് ചാനലുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. സിനിമാക്കാരുടെ ഇടയിൽ തന്നെ പലർക്കും ഉള്ള പാരവെപ്പും കുതികാല് വിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നേക്കാൾ നല്ലത് ആ ആളുകളുടെ പേര് വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും പൊതുജനത്തിൻ്റെ പൈസ എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് ഒരാളുടെ പേരും ഒന്നുമില്ലാതെ പുറത്ത് വിടുമ്പോൾ നമ്മളെ ചതിക്കണ പോലെയല്ലേ. നമ്മളെന്താ മണ്ടന്മാരെ, കഴുതാളാ പൊതുജനം? നമുക്കത് അറിയാനുള്ള റെസ്പോൺസിബിലിറ്റി, നമ്മളോട് ഇവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സർക്കാരിനും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും. ആ റെസ്പോൺസിബിലിറ്റി അവർ കീപ്പ് ചെയ്യണം. നമ്മുടെ പൈസയ്ക്കാണ്, പൊതുജനത്തിൻ്റെ പൈസ എടുത്തിട്ടാണ് സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിനിമാക്കാരുടെ കയ്യിൽ തന്നെ പിടിച്ച് വാങ്ങി താഴെ ഈ പൈസ തിരിച്ച് ഖജനാവ് കൊണ്ടുപോയിട്ട് അതല്ല ചെയ്യേണ്ടത്. ഇത് ഒരുമാതിരി പേരും കാര്യങ്ങളും, ഇതെന്താ പറയുക, പേരും കാര്യങ്ങളും ഇല്ലെങ്കിൽ എല്ലാവർക്കും എതിരും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. സിനിമയിലുള്ള എല്ലാവരും നേരെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. പേരില്ലാതെ ഈ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ട് ഇതിലും വലിയൊരു ചീത്തപ്പേര് ഇനി മലയാള സിനിമയ്ക്ക് വരാനില്ല എന്ന് ഞാൻ പറയും. പേരുണ്ടായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ പേരുള്ള വ്യക്തികൾക്കെതിരെ മാത്രമേ ചീത്തപ്പേര് അങ്ങനെ വരും. നാട്ടുകാർ അവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോയിന്റ് ഔട്ട് ചെയ്യുള്ളൂ. ഇത് സിനിമ, എൻറ്റയർ മലയാള സിനിമ. ഇനി എന്ത് സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും മലയാളികൾ, നാട്ടുകാർ? റിപ്പോർട്ട് പുറത്ത് നമ്മൾ കണ്ടാടേ എൻ്റെയൊക്കെ കളിയെന്നേ പറയൂ. അല്ലെങ്കിൽ കറക്റ്റ് ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, എന്തുകൊണ്ട് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പേര് വെച്ച് പറയണം. ചെയ്തില്ല. അപ്പോൾ പിന്നെ നേരെ വരുന്ന അമ്പുകളൊക്കെ ഏറ്റി നെഞ്ഞത്ത് വെച്ച് നടക്കുക എല്ലാവരും. ഇത്രയും നടക്കും സിനിമാക്കാർക്ക്.